Yes, well, the Ashan is here, ladies and gentlemen. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് let's welcome ഇന്ദ്രൻ സേട്ടൻ. അശ്വൻ പൊളിച്ചോ? അശ്വൻ പൊളിച്ചു എന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയ്യടി ആവാം. Together once again everybody for our dearest ഇന്ദ്രൻ സേട്ടൻ right here. Well, ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ we also have very special guest. First of all, requesting GOBP sir, if you're here, requesting you to kindly join. GOBP sir, if you're here. ഔസേഫ് ബച്ചൻ സർ ഏറെ സ്നേഹത്തോടെ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാനായിട്ട്. We have yet another talented actor right here. നമ്മുടെ സ്വന്തം സണ്ണി വെയിൻ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. He is completing glorious 14 years in Malayalam film industry. Ladies and gentlemen, once again, let's give it up for one and only Sunny Vein right here. Upon the name, we have the very talented Vineet Kumar. Vineet Eden, if you are here, requesting you to kindly join. Well, Dominic Arun. Yes, Dominic is here. Yet another ഒരു masterpiece film മലയാളത്തിന് വേണ്ടി സമ്മാനിച്ച ഡൊമിനിക്. ഒപ്പം തന്നെ ഫെലിനി, requesting Felini. Can we have Vinny Vishwalal? Vinny Vishwalal, if you are here, requesting your presence. He is director for Second Show and Thivandi. Nimish Ravi, the very well-known DOP in town, the very talented Nimish Ravi, requesting your presence here. Assis Nedumangad, if Assis Chetna is here. Arun Kurian, Arun, please. Esther Anil, Esther. Yes, Esther is also here. And also requesting Paris Lakshmi, please. Yes, well, I hope ഞാൻ ആരെയും മിസ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. Also requesting Mr. Srijit, choreographer of this movie, Mr. Srijit. And also we have Sharat Sabha here. Sharat. Also requesting Mr. Siju Sunny. Mr. Afzal. Mr. Rajesh Anto. Indran Sita, let's begin with you first of all. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മനോഹരമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രൻ സേട്ടനിൽ തന്നെ നമുക്ക് തുടങ്ങാം. സന്തോഷം. ജോൺ പോൾജിക്ക് ഈ കഥാപാത്രം എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടതിന് വളരെ സന്തോഷമുണ്ട്. എനിക്കതിലിങ്ങനെ കൂടെ ചേരാൻ പറ്റിയതിൽ. അത് എന്നെ സംബന്ധിച്ച് കുറേ പടങ്ങൾ, കുഞ്ഞു കുഞ്ഞു പടങ്ങൾ, ഇങ്ങനെ വലിയ വലിയ വേഷം കിട്ടും. അതൊക്കെ ഷൂട്ടിംഗ് തീരുമ്പോഴേ അവരുടെ ആവേശം തീരും. അപ്പോൾ പലരിലും എത്താതെ പോകും. അപ്പോൾ അത് ഒരു സിനിമ ഉണ്ടാക്കുന്നതിനപ്പുറം അത് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കാഴ്ചക്കാരിൽ എത്തിക്കുന്നത് വരെ അവർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. അത് പലയിടത്തും കാണാൻ പറ്റാത്ത കാര്യമാണ്. അത്രയും ഊർജ്ജമുള്ളൊരു ടീമിൽ വന്നു ചേർന്നതിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഞാനല്ല, അതിൽ കഷ്ടപ്പെട്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അതിൽ ഏറ്റവും അധികം ജോൺ ബോൾജി തന്നെ ആയിരിക്കും ഓരോ സീനും ഡയലോഗും പഠിപ്പിച്ച് അത് മ്യൂസിക്കും പാട്ടും ഒക്കെ ഇട്ടാണ് നമ്മുടെ ഓരോ മൂമെൻറ്റും ചെയ്യിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഉള്ള ആ ഒരു മൂഡ് തന്നെ അഭിനയിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തരുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ നന്ദി പറയുന്നു.
താങ്ക് യു സോ മച്ച് ഇന്ദ്രൻസ്. ഇത്രയധികം വർഷങ്ങളായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും ഒക്കെ താങ്ക് യു സോ മച്ച്. ഔസേപ്പച്ചൻ സർ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗ്രേറ്റർ ഫിലിം ദാൻ എ ഗ്രേറ്റ് ഫിലിം. ഇത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് പറഞ്ഞതാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു കിണർ ഉള്ള ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല സിനിമയെക്കുറിച്ചിട്ട്. അങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് കയറി ഇൻ്റർവെല്ലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സംശയം ജനിച്ചു പെട്ടെന്ന്. കാരണം നോട്ട് ദ കൈൻഡ് ഓഫ് സിനിമ, ബട്ട് പ്രമേയം കൊണ്ട് സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമാ കഥ എന്നുള്ള നിലയ്ക്ക് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമ ഉദയനാണ് താരം. അയ്യോ, അപ്പം അതുപോലെയൊക്കെ എന്തെങ്കിലും നത്തിങ് ഹാപ്പൻ. ഇറ്റ് ടോട്ടലി ട്വിസ്റ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് വേറൊരു ദിശയിലേക്ക് കഥ, തിരക്കഥ ജോൺ കൊണ്ടുപോയി. അത് ഇതിനു മുമ്പ് കാണാത്ത ഒരു ദിശയാണ്. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതെവിടേക്കാണ് പോകണമെന്ന് പക്ഷെ മനസ്സിലായി വരുമ്പോഴാണ് ഇത് സിനിമ എന്താണെന്ന് അവസാനിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം ദ ഡയറക്ടർ. ഒരു മുൻവിധിയും വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. സാധാരണ ഒരു സിനിമ കാണുന്ന എല്ലാവരും പ്രേക്ഷകർക്കും ഉണ്ടാവും ഒരു സിനിമ ഇങ്ങനെയായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി കാണും. പല അഡ്വർടൈസ്മെൻറ്റും ഇതിൻ്റെ ട്രailer കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. സിനിമ മൊത്തം കഴിയുമ്പോഴാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ എവറിഥിങ് വാസ് പെർഫെക്റ്റ്, എവറിഥിങ് വാസ് ഗ്രേറ്റ്. പക്ഷേ എല്ലാത്തിലുപരി പറയേണ്ടത് എൻ്റെ സുഹൃത്ത് ഇന്ദ്രൻസ്. ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലത്തല്ല, എന്നെക്കാളും ജൂനിയറായിട്ട് വന്നതെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും മാർവലസ് ജോബ്. ഇനിയൊരു പകരം മറ്റൊരാളെ കൊണ്ട് ഈ റോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകനും കൂടിയുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. മേ ബി ഇന്ദ്രൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗഹനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് നമ്മുടെ ജോൺ പോളിനോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു ശത്രുത ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ജോൺ പോൾ സ്ഥിരം ചെയ്യുന്നത് എൻ്റെ കൂടെ വളരെ നന്നായിട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്ലൂട്ടിസ്റ്റ് പയ്യനുണ്ടായിരുന്നു, വിഷ്ണു. അവനെ പിടിച്ച് മ്യൂസിക് ഡയറക്ടറാക്കി. പിന്നെ അവനെനിക്ക് ഫ്ലൂട്ട് വായിക്കാൻ പറ്റാണ്ട് ഇപ്പൊ 2 കൊല്ലമായിട്ട് 10 കൊല്ലത്തിലും മേലെ എൻ്റെ കൂടെ കീബോർഡ് വായിച്ചിരുന്ന പാഷനേറ്റ് മ്യൂസിഷ്യൻ, ഭയങ്കര ഡെഡിക്കേറ്റ് മ്യൂസിഷ്യൻ അജീഷ് ആൻഡോ. ഐ വാസ് ഡിപ്പെൻഡിങ്. കാരണം നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരാൾ നമ്മളുടെ കൂടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ അജീഷാലിനെയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇനിയിപ്പോൾ എന്നെ മാത്രമേ കൊണ്ടുപോകാണ്ടുള്ളൂ. ഞാൻ ആരെങ്കിലും പിടിച്ചൊന്ന് കുറച്ച് ട്രെയിൻ ചെയ്ത് എൻ്റെ കൂടെ വളർത്തി വരുമ്പോൾ അപ്പം പിടിച്ചു കൊണ്ടുപോകും മാത്രമല്ല, അവരെ ഒരു വലിയ പ്രശസ്തിയിലേക്കും സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള അവരുടെ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് അവരെ കരകയറ്റി വിടുന്നുണ്ട്. പിന്നെ അവർ തിരിഞ്ഞു നോക്കിയാൽ എത്ര വിളിച്ചാലും പിന്നെ അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന് പകരം എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും. അത് ഈ അവസരത്തിൽ പറയുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം. ജോൺ, this will be his 3rd victory. I think he has done only 3 films. First one, Guppy, then Ambili. Great film, greater film. This will be a greatest film. Congratulations and all the best. Thank you, Ashish sir. Now, Sunny Wayne, I think ഇന്ന് ഹാപ്പിനെസ് ഡബിൾ ആണ് അല്ലേ? കാരണം 14 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു, പിന്നെ സുഹൃത്തുക്കളുടെ നല്ലൊരു സിനിമയുടെ പ്രീമിയർ കണ്ടു. അപ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്കല്ലേ, അങ്ങനല്ലേ? എന്താ പറയുക, നല്ലൊരു സിനിമ ഉണ്ട്, നല്ലൊരു മൂഡിലിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ജോണിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഇങ്ങനെ ഒരു സിനിമ, പിന്നെ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഇവിടെ വന്ന്, ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണത് എന്ന് നമുക്കൊരു മുൻവിധിയൊന്നും തരാത്തൊരു സിനിമ.
അത് എൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിൽ നിന്ന് ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കില്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ വേണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ ആഗ്രഹിക്കും നമ്മൾ ചില സിനിമകൾ കാണാൻ. അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പം നമ്മളെ കയ്യിൽ കിട്ടിയൊരു സിനിമയും കൂടിയാണത്. പിന്നെ ഞാൻ ഇപ്പം എനിക്കെന്ന് പറയുമ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 14th സിനിമയിൽ വന്നിട്ട് 14 വർഷമായി. അപ്പോൾ ആ ഒരു ദിവസം കൂടിയാണ്. ഒരുപാടുണ്ട്. ഇപ്പം ബിബിൻ പെരുമ്പള്ളിയുണ്ട്, സെക്കൻഡ് ഷോ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പം അന്നത്തെ ദിവസം ഈ സിനിമ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു ജോൺ, താങ്ക് യു ഫോർ എ ഗ്രേറ്റ് സിനിമ. താങ്ക് യു സോ മച്ച്. ശോഭി സർ, സിനിമയ്ക്കുള്ളിലെ സംവിധായകന്റെ റോള് എത്രത്തോളം ആസ്വദിച്ചാണ് ചെയ്യാനായിട്ട് സാധിച്ചത്? ആൻഡ് ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ വെൻ യു വാച്ച് ദ മൂവി ഓൺ ദ ബിഗ് സ്ക്രീൻ? ഒരുപാട് സന്തോഷം. അതിലുപരി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ജോൺ പോള് ഈ കഥ ആദ്യം പറയുന്ന സമയത്ത് എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് തീർച്ചയായിട്ടും ജോൺ പോളിൻ്റെ സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രേട്ടൻ്റെ പെർഫോമൻസും അതിലൂടെ അതിൽ ലയിച്ചുപോയി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ജോൺ പോളിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. വെൽ, നമ്മുടെ നായകൻ എവിടെ? നമ്മുടെ നായകന് നല്ലൊരു കൈയടിയാവാം. ജോമോൻ, ഇറ്റ്സ് യുവർ ടേൺ. ജോമോൻ ജോദർ. താങ്ക് യു ഏട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ. എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ല, മൊത്തത്തിൽ വേറൊരു പരിപാടിയാണ് ജോണേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. സീനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെ പിരിയൊക്കെ പൊങ്ങുമായിരുന്നു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. താങ്ക് യു ഏട്ടാ. Thank you so much. Well, now Dominic. All of a sudden ആ ഒരു പേര് കേട്ടപ്പോൾ അല്ല, എനിക്ക് ജോണിൻ്റെ ഇതിനു മുന്നത്തെ 2 സിനിമകളും കൺവെൻഷനായിട്ടുള്ള സിനിമകളല്ല. ജോൺ ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ. അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. യൂഷ്വൽ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയും കൂടെയാണ് ജോൺ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, എനിക്കിതിനകത്തെ ഓരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അത് പ്രത്യേകിച്ച് ജോണിൻ്റെ തന്നെ എടുക്കുകയാണ്. ഇന്ദ്രൻ ചേട്ടൻ ഇതിനുമുമ്പ് ഇതുവരെ കാണാത്ത രീതിയിലും ജോമോനെ ഇതുവരെ കാണാത്ത രീതിയിലും ശോഭിച്ചേട്ടൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ശോഭിച്ചേട്ടൻ്റെ പെർഫോമൻസ്. അതേപോലെ എൻ്റെ കുറേ സുഹൃത്തുക്കളും ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ അതിലേക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. പിന്നെ ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് സിനിമ. എനിക്ക് വിമലിനെ നേരത്തെ പരിചയം, ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വിമലിനെ ആദ്യമായിട്ടൊരു സിനിമ ജോൺ ഓഫർ ചെയ്തു എന്ന് വിമൽ എന്നെ വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. സോ ഞാനും ഒരു വിധത്തിൽ ജോണിനോട് താങ്ക്ഫുള്ളാണ് എൻ്റെ കുറേ സുഹൃത്തുക്കളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത്. സോ ഐ വാസ് വെരി ഹാപ്പി ടു വാച്ച് എ ഫിലിം. ഓൾ ദ ബെസ്റ്റ് ടു ദി എൻറ്റയർ ടീം. വലിയൊരു മൈൽ സ്റ്റോണായി മാറട്ടെ എന്ന് എൻ്റെ ആശംസ. Thank you so much, Dominic. Well, Nilesh? ഞാൻ ഈ സിനിമ കാണാൻ വരുന്നതിന് മുന്നേ തന്നെ ആക്ച്വലി ഈ പടത്തിലെ കുഞ്ഞിക്കവൾ എന്നുള്ള പാട്ട് കേട്ടിട്ട് ഞാൻ ഓൾറെഡി ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് ഈ സിനിമയിലോട്ട് വന്നത്, അപ്പോൾ കാണാൻ വന്നത്. സോ എനിക്ക് ജോണിന്റെ എല്ലാ പടത്തിലും ദർ ഇസ് ദിസ് ജോൺ ആൻഡ് സൂരജിന്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു പാട്ടുണ്ട്. ലൈക്ക് ഇറ്റ് കൈൻഡ് ഓഫ് ഡ്രൈവ്സ്. നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു, സോ ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് സിനിമ കാണാൻ വന്നത്. ഐ വാസ് വെരി വെരി ഹാപ്പി. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് ഐ ഗോട്ട് വെരി ഇൻവെസ്റ്റഡ് ഇൻ ഫിലിം. നല്ല രസമുണ്ട് ജോൺ. ഐ ആം സോ ഹാപ്പി. എനിക്ക് ജോൺ ഒരു ബ്രദറിനെ പോലെയാണ്. എന്തുണ്ടെങ്കിലും ഐ കോൾ ജോൺ ആൻഡ് ആസ്ക്. അപ്പം ഐ എം സോ ഹാപ്പി യു മേഡ് ദിസ് മൂവി വിത്ത് ഓൾ ദീസ് പീപ്പിൾ. ആൻഡ് ഇന്ദ്രൻ ചേട്ടാ സൂപ്പർ, അടിപൊളി. ശോഭി ചേട്ടാ അടിപൊളി. സോ ആൻഡ് ഓൾസോ ഫസ്റ്റ് ഫിലിം ആണെന്ന് പറയില്ല, സോ ഗുഡ്, അടിപൊളി. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഹോപ്പ് ഇറ്റ്
creates a milestone in a box office. Okay, thank you. Thank you, Nimesh, for all the good support. Well, Arun. ഹലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എന്താ പറയുക, ഞാനും ഇപ്പം നിമിഷം പറഞ്ഞ പോലെ ജോൺ ചേട്ടൻ്റെ അമ്പിളിയാണെങ്കിലും ഗപ്പിയാണെങ്കിലും തിയേറ്ററിൽ കണ്ട് ഒത്തിരി ആസ്വദിച്ചാണ്. പിന്നെ ഇതിൻ്റെയും രണ്ട് സിനിമകളും പോലെ ഇതിൻ്റെയും സൗണ്ട് സ്കേപ്പും മ്യൂസിക് ആസ് വെൽ ആസ് ഇതിൻ്റെ ഒരു മൂഡ് സെറ്റിങ്ങും ഭയങ്കര രസമായിരുന്നു. എനിക്കൊന്ന് ഇറ്റ്സ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു സിനിമ ആൻഡ് മ്യൂസിക് ഒരുമിച്ചാണെന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ താങ്ക് യു ഫോർ ദിസ് എന്താ പറയുക എക്സ്പീരിയൻസ്. സോ ആൻഡ് ഓൾസോ ഹ്യൂജ് റെസ്പെക്ട് ടു ഇതിൻ ചേട്ടൻ, ശോഭിച്ചേട്ടൻ, എല്ലാവരും. ശോഭിച്ചേട്ടനൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും തിരുവൻ സാറിന് എനിക്ക് കത്തി ഓർമ്മ വന്നത്. അപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം താങ്ക് യു ഫോർ ദിസ് എക്സ്പീരിയൻസ്. Thank you, Arun. Esther. Also, Bibin Chat's performance super. Like I never expected he would do so well. അടിപൊളി ആട്ടാ. Thank you, Esther. Also, very good. Vimal. Yes, please. So happy for Vimal. എന്താ പറയുക, ഞങ്ങൾ ഇടയ്ക്ക് ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ്. വിമലിൻ്റെ ഒരു അതായത് കുറേ ഒരു സെറ്റിങ്ങിലുള്ള സിനിമാറ്റോഗ്രാഫി തോന്നി. ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജോബ്. സോ ടു ദി എൻറ്റയർ ടീം അടിപൊളി. ഹായ്, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പറയാൻ പ്രിപ്പയർഡ് അല്ല, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. പറയുന്ന പോലെ ഞാനും വിമലും ഒരു 7-8 വർഷം മുന്നേ ഞങ്ങൾ പരിചയമുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിൽ ചായയൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ ഒരിക്കലും സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിമല് സ്വപ്നം കാണുന്ന സമയത്ത് ഡ്രീം ടുഗെദർ. അപ്പോൾ അവൻ്റെ പേരിങ്ങനെ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് എ പേഴ്സണൽ വിൻ. വളരെ വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഇറ്റ്സ് ഹ്യൂജ്. താങ്ക് യു സോ മച്ച് ഫോർ പ്രസൻറ്റിംഗ് ദിസ് ഫിലിം. കൺഗ്രാറ്റുലേഷൻസ്. Thank you, Esther. Well, Paris Lakshmi. ഒത്തിരി ഇഷ്ടമായി. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി ഹിയർ ടുഡേ ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് ഫിലിം. ഒരു ഗ്രേറ്റ് ഫിലിമാണ്. എനിക്ക് ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് എപ്പോഴും വേറെ ലെവലാണ്. പക്ഷേ ഈ ഒരു മൂവി ഐ തിങ്ക് വി ആർ സീയിങ് യു ഇൻ എ ടോട്ടൽ ഡിഫറെൻറ്റ് വേ ആൻഡ് ഇറ്റ്സ് സച്ച് എ പ്രൈഡ് ടു ബി ഹിയർ ടുഡേ ടു വിറ്റ്നസ് ദിസ്. എല്ലാ ആക്ടേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തു. ആൻഡ് കഥ ഭയങ്കര ടച്ചിങ് ആണ്. ആൻഡ് ചിരിച്ചു, കരഞ്ഞു, എല്ലാം ഉണ്ട് അതിൽ. യുവർ പെർഫോമൻസ്. Yeah, congratulations. Yeah, all the best. Thank you so much. ഇന്ന് ഞാൻ പറഞ്ഞത് I came with Ashan, that I call Ashan. He is a choreographer of the film Srijit P. So I will give the mic to him. അതിൽ ഡാൻസ് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് അഖിലും ജിബിൻ എല്ലാവരും ഉണ്ട്. They are our friends. So I'm so happy to see them on screen also. And Ashan, yeah. വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സെറ്റിലായാലും ഇപ്പോൾ ഇവിടെ സിനിമ കണ്ടപ്പോഴും വളരെയധികം എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു ജോണേട്ടാ. താങ്ക് യു സോ മച്ച്. Thank you so much. Well, Sharath. ഭയങ്കര ഇഷ്ടമായി. ഇൻട്രോയിലൊരു ഭയങ്കരമായിട്ട് ചിരിച്ചു. ഇൻട്രോയിലിന് ശേഷം വന്നിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലത്തൊരു പരിപാടി അവസാനമായിട്ട്. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെയാണ്. അവരൊക്കെ അവിടെ കണ്ടത്. അപ്പം ജോമൻ, നത്ത്, ഇന്ദ്രൻ ചേട്ടൻ, വിപിൻ ചേട്ടൻ, എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അഭിനയിച്ച പടത്തെ കുറിച്ച് പോലും എനിക്ക് പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. Thank you so much. Afsal. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഒന്നിച്ചുള്ള ഒരു ഫാമിലി നിന്നാണ് ഈ ഒരു മൂവി ഉണ്ടായിട്ടുള്ളത്. ജോമോൻ അപ്പോൾ അങ്ങ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു രോമാഞ്ചത്തിൽ. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഒരു നായകനായിട്ട് ഒരു ദിവസം നീ വരുമെന്ന്. കൺഗ്രാറ്റ്സ് മാൻ. പൊളി. Thank you so much, Afsal. Vimal. താങ്ക് യു സോ മച്ച്. സിനിമ ഈ സ്ക്രീൻ കണ്ടിട്ടുണ്ട്. ഫൈനലി എല്ലാവരുടെയും കൂടി ഇരുന്ന് സിനിമ കാണുന്നത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ തിയേറ്ററിൽ പേരൊക്കെ എഴുതിയെന്നൊക്കെ എല്ലാവരുടെയും പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നടന്നു. താങ്ക് യു ജോണേട്ടാ. പിന്നെ ഫസ്റ്റ് ടൈം എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇതേപോലത്തെ ഒരു സ്കെയിലുള്ള ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
I'm so grateful. Thank you. Thank you so much, Vimal, and all the best. Well, Bibin, superstar evade, and also Bibinum ഒരു 14 years in the celebrate ചെയ്യാണ് through second show. പ്രീ ഡിഗ്രി ആണല്ലോ, ഞാൻ 14 കൊല്ലം. താങ്ക് യു. ഇങ്ങനെ അവസരം ജോൺ സാർ എനിക്ക് തന്നതിന്, ഇവിടെ വരാൻ പറ്റിയതിന്, ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയതിന് താങ്ക് യു. ഞാൻ വിചാരിച്ചില്ല ജോൺ സാർ തരുമെന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നും. താങ്ക് യു. Siju, yes. Bhujan is here. എല്ലാവർക്കും നമസ്കാരം. I really enjoyed it. It's a beautiful movie. All the best, John. ഞാനും ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാക്കാൻ എനിക്കും സാധിച്ചൊരു സീനിൽ വരാൻ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഗംഭീര സിനിമയാകട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും, ഇന്ദ്രൻ ചേട്ടാ, യു നെയിൽഡ് ഇറ്റ്. യു ടു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജോമനെ, യു ഡൺ എക്സലന്റ്. നല്ലൊരു മൂവി. ഒരുപാട് സന്തോഷം. താങ്ക് യു. സിജു, നമസ്കാരം. 2.5 വർഷം മുമ്പാന്ന് തോന്നുന്നു സിനിമയിൽ ആഗ്രഹമുള്ള ഇരുന്ന് കരയുകയാണ്. പല പ്രാവശ്യം ഈ കഥ പറയാം, റൂമിലൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ കഥ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും, നീ കഥ പറയാല്ലേ, എനിക്ക് തിയേറ്ററിൽ തന്നെ എന്താണ് മൊത്തം അറിയണം. അപ്പോൾ ജോണേട്ടൻ പറഞ്ഞു, നിനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ജോണേട്ടൻ പറഞ്ഞ പോലെയാണ് സംഭവിച്ചു. ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വേറെ ഒരു പരിപാടി. ഭയങ്കര അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് തിയേറ്റർ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം താങ്ക് യു, എന്നെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അജീഷ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു സിനിമ വിശ്വസിച്ച് എനിക്ക് തന്നതിന് ജോൺ ചേട്ടനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് വരാൻ കാരണം എഡിറ്റർ കിരൺ ചേട്ടനാണ് എന്നെ ജോൺ ചേട്ടന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കിരൺ ചേട്ടനും എൻ്റെ ഒരു താങ്ക്സ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. കിരൺ, ഞങ്ങളുടെ എഡിറ്റർ കിരൺ ഇപ്പം സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പനോരമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പോൾ പാലക്കാട് ഷൂട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇവൻറ്റിലും കിരണിന് വരാൻ പറ്റിയില്ല. കിരണാണ് ഈ സിനിമ ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ കട്ട് ചെയ്ത് അതൊരു സിനിമയാക്കി തന്നത്. ഒരു വലിയ ഒരുപാട് ഫുട്ടേജസ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ഇത് നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് ഇതെല്ലാം ഒരുപാടുണ്ടായിരുന്നു. അവിടെ കിരണിൻ്റെ പാർട്ണർഷിപ്പിലുള്ള അല്ലെങ്കിൽ എഗ്വൈറ്റ് എന്ന് പറഞ്ഞ VFX കമ്പനി അവരോട് ഇരിപ്പുണ്ട്. അവരും ചേർന്നാണ് അതിൻ്റെ ഈ സിനിമേനെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പം എഗ്വൈറ്റിനും കിരൺദാസിനും ഭയങ്കര നന്ദി പറയുന്നു. ഇപ്പോൾ രാജാകൃഷ്ണൻ സൗണ്ട് ഡിസൈനർ, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ സപ്ത, അതുപോലെ ഒരുപാട് നല്ല കമ്പനികൾ ഈ സിനിമയിൽ ഇൻവോൾവ് ആയിരുന്നു. അതോടൊപ്പം ഈ സിനിമ പുറത്തേക്ക് ഇറക്കാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വേഫെയറിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മമ്മൂക്ക കഴിഞ്ഞ ദിവസം വന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് ഈ സിനിമേനെ എവിടെയോ കൊണ്ടെത്തിച്ചേക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ ഓപ്പൺ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഓപ്പൺ ആകുമെന്ന് കരുതുന്നു. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗപ്പിയുടെ സംവിധായകൻ്റെ ഒരു അപേക്ഷ മാത്രമാണിത്. അങ്ങനെ മാത്രം കണ്ടാൽ മതി. തിയേറ്ററിൽ കാണാൻ ട്രൈ ചെയ്യുക. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. എബിൻ, ഇറ്റ്സ് യുവർ ടേൺ നൗ. വളരെയധികം സന്തോഷം. കാരണം ജോമോനും ഞാനും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് എൻട്രി ആവുന്നത് ജൂഡേട്ടൻ്റെ സാറാസിലൂടെയായിരുന്നു. അതിലെ നായകൻ സണ്ണിച്ചനായിരുന്നു. അതിൽ ക്യാമറ ചെയ്തത് നിമിഷേട്ടനായിരുന്നു. എനിക്ക് ആദ്യത്തെ സീൻ ചെയ്യാൻ പറ്റിയത് ഡൊമിനിക്കേട്ടനുമായിട്ടായിരുന്നു. അപ്പോൾ ഞാനും ജോമോനും ആദ്യമായിട്ട് വരുന്നത് സാറാസിലൂടെയാണ്. അപ്പോൾ അവൻ നായകനാകുന്നൊരു നല്ല സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇരട്ടി മധുരമാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച രോമാഞ്ചത്തിൻ്റെ 3ാം വാർഷികം കൂടാണെന്ന്. അപ്പോൾ
വളരെയധികം സന്തോഷം തോന്നുന്നു. താങ്ക് യു ജോണേട്ടാ. എല്ലാവർക്കും ഈ സിനിമയിൽ പ്രവർത്തിച്ച പിന്നണിയിലും മുന്നണിയിലും എല്ലാം പ്രവർത്തിച്ച എല്ലാവരും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank you, Vipin. Now let's hear from the producers. Annam. ഞാൻ ഭയങ്കര ഇമോഷണലായി നിൽക്കുകയാണ്. എല്ലാവരും That's okay. Well, സിനിമ കാണണം എന്നാണ് പറഞ്ഞത്. കട്ടായിപ്പോയി. സൂരജ്. Mr. Suraj. ഇത് ബേസിക്കലി അന്നം പറഞ്ഞ പോലെ വളരെ ഇമോഷണൽ മൂമെന്റ് ആണ്. ബിക്കോസ് നമ്മൾ എനിക്കൊന്നൊരു 1 year ആയിട്ട് എഫേർട്ട് എടുത്തതാണ്. പക്ഷേ ഇതിനകത്ത് 1 year അല്ല, എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്റ്റ്. സാധാരണ ഞാൻ വളരെ നന്നായിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും പറയുന്നത് ഇപ്പം ഇമോഷണലായി പോകുന്നുണ്ട്. സോറി. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, വിമൽ പറഞ്ഞു 1 year, പക്ഷെ 1 year അല്ല. എനിക്ക് തോന്നുന്നു ഇവരൊരു 4 months or 5 months എങ്കിലും പ്രീ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ ഇപ്പോഴും വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവർ എടുത്ത ഓരോ ഫ്രെയിംസും ഓരോ ഷോട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ വിമലും ജോണും എഡീസിന്റെ ടീമും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ എഫേർട്ടാണ് ഇന്ന് ഈ സ്ക്രീനിൽ കണ്ടത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു ഒറ്റ എഫേർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ഷൂട്ടിംഗ് ഡേയ്സ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ അത് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതിലുള്ള വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ജോൺ തന്നെയാണ് പ്രൊഡ്യൂസറും മ്യൂസിക് ഡയറക്ടറും എല്ലാം ജോൺ തന്നെയാണ്. അപ്പോൾ ഓരോ സമയത്ത് ജോണിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പോലും എല്ലാ സമയത്തും ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ജോണിന്റെ ഒരു ഒപ്പീനിയനും ഇതും ഞങ്ങൾക്ക് വളരെയധികം വാല്യുബിൾ ആണ്. അപ്പോൾ ആ സമയത്ത് പല സമയത്തും നമ്മൾ ബുദ്ധിമുട്ടിക്കാണ്ടെന്ന് ശ്രമിച്ചപ്പോഴും അപ്പോൾ അതൊരു എന്താ പറയാ, ഈ പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നവരുള്ളൊരു അപേക്ഷ. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക, അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക. ബിക്കോസ് അതെനിക്ക് തോന്നുന്നു ഈ കണ്ട് പറഞ്ഞവരെല്ലാവരും അത് തന്നെ പറഞ്ഞത്, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. ഇതൊരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് തരുന്നൊരു പടമാണ്. സോ ഇതിന്റെ മ്യൂസിക് എല്ലാം, അതിന്റെ സൗണ്ട് എഫക്ട്സ് എവറിത്തിങ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. OTT വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അപേക്ഷ. താങ്ക് യു സോ മച്ച്. Thank you once again. Well, now from നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സിനിമ കാണാനെത്തിയ എല്ലാവർക്കും പ്രത്യേകമായിട്ടൊരു നന്ദി പറയണം. താങ്ക് യു ഫ്രണ്ട്സ്. പിന്നെ മീഡിയക്കാർ, നമ്മുടെ പിള്ളേർ എല്ലാവരും സമയത്ത് തന്നെ വന്നു, സമയത്ത് തന്നെ സിനിമ തുടങ്ങാൻ പറ്റി. അതുകൊണ്ട് തന്നെ സമയത്ത് തീർക്കാനും പറ്റി. താങ്ക് യു എല്ലാവർക്കും. Now we can ask questions related to the movie. നിങ്ങൾക്ക് സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ സിനിമ ഇന്നേ ദിവസം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സിനിമ പ്രവർത്തകർക്ക് ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ദിസ് ബ്യൂട്ടിഫുൾ മൂവി. Once again, hand we all together, give it our core. നമ്മുടെ സ്വന്തം ആശാൻ, please all of you, നമ്മുടെ ഇന്ദ്രൻ സാറിന് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടിയാവാം. Thank you so much. Thank you. Well, now requesting the cast and crew of the movie to kindly take a seat. സിനിമയുടെ ഓൾസോ ഫ്രം മീഡിയ സൈഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്ലീസ്. Any questions from the media side? കേബിളില്ല, ഒട്ടിക്കണ കേബിളില്ല, മറ്റേ ഒട്ടിക്കണ. എടാ ഒട്ടിച്ചു വെക്കണം, ഒട്ടിച്ചു വെക്കണം. ഹലോ ഉണ്ട്, പക്ഷെ കേബിളില്ല. ഡയറക്ടർ ഹലോ, ജംബോ ഇവിടെ ഇവിടെ. ആ ഒട്ടു ഒന്ന് വെച്ച് നോക്കി. ഹലോ
ബ്രോ, താങ്കൾ സിനിമ കാണുന്ന സമയത്ത് പലപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, താങ്കൾ എന്താ പറയാ ഹൃദയം വെച്ചാണ് സിനിമ ചെയ്യുന്നത് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അതിന്റെ മ്യൂസിക് ആയാലും മ്യൂസിക് സിനിമ ബ്ലെൻഡ് ചെയ്യുന്ന രീതി. കാരണം ഇപ്പോൾ ഇതാ താങ്കൾ ചെയ്തിരിക്കുന്ന 2 പടങ്ങളാണ് ഇതിനു മുന്നേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പടത്തിന് ശേഷം നല്ല ഗ്യാപ്പ് എടുത്താണ് അടുത്ത പടം ചെയ്യുന്നത്. ഇപ്പം അതിന് ശേഷം നല്ല ഗ്യാപ്പ് എടുത്താണ് ഇപ്പോൾ ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ടൈമാണോ അതോ താങ്കൾ എന്തുകൊണ്ട് അത്രയും ബ്രേക്ക് എടുക്കുന്നത്? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം താങ്കൾ ഇന്ന് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സമയം എടുക്കുന്നത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ സിനിമ വളരെ കുറച്ച് സമയം കൊണ്ട് എഴുതിയതാണ്. സമയം പിന്നെ ഹൃദയം കൊണ്ടാണ്, എല്ലാവരും ഹൃദയം കൊണ്ട് തന്നെ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം നമുക്ക്, ഇങ്ങനെ കുറച്ചുകൂടി കണക്റ്റ് ആവാം. ട്രെൻഡും അങ്ങനത്തെ ഒരു സാധനം മാത്രമാവണ്ട. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരോടും കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ സിനിമ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇമോഷൻ നിലനിൽക്കണ്ടേ, അതുകൊണ്ട് ചെയ്തതാണ്. ഓൾസോ മ്യൂസിക്കാണ് എന്താ പറയാം. ഇപ്പം താങ്കൾ ആദ്യമായിട്ടാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് താങ്കൾ ഇതിനകത്തിന്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം മ്യൂസിക്കും ഓൾസോ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ കഴിഞ്ഞ 2 സിനിമയും വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിട്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സംഗീത കോളേജിൽ. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ സിനിമ എഴുതുകയെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഹാർമോണി പെട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഴുതിയ കൂട്ടത്തിൽ ചെയ്ത പാട്ടുകളാണ് ഇതെല്ലാം. ആ സീനുകൾ എഴുതുമ്പോൾ എനിക്ക് തോന്നിയ പാട്ടുകൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ എഴുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഇംപ്രൂവൈസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിനും പാട്ടുകളായതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കഥ ഒരു മ്യൂസിക് ഡയറക്ടർ എടുക്കാൻ പോയിട്ട് ഇത് മുഴുവൻ അയാളെ കൺവിൻസ് ചെയ്ത് ഇത്രയും പാട്ടുകൾ അയാളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര തിരക്കാണ്. ആക്ച്വലി അവരുടെ കയ്യിൽ നിന്ന് പാട്ടുകൾ കിട്ടാനും ഭയങ്കര പാടാണ്. അവർ ഒരേ സമയം ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തെടുക്കാനായിട്ട് ഈ നേരം ഉണ്ടായില്ല. അത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ, അത് കൊള്ളാമെന്ന് ആദ്യം ജഡ്ജ് ചെയ്യേണ്ട ആൾ ഞാനാണ്. എനിക്കിത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടും മറ്റുള്ളവരത് പാടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ആ പാട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറാകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അജീഷിനെ പോലത്തെ ഒരു കലക്കം മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കിരണാണ്. അജീഷ് പറഞ്ഞു, കിരൺ ദാസ് എഡിറ്റർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഞാനൊരു പയ്യനെ അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പാട്ടിൻ്റെ കൂടെ എനിക്കൊരു പയ്യനെ വേണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളി വന്നതിൻ്റെ അടുക്കൽ എൻ്റെ കൂടെ അങ്ങ് വന്ന് നിന്നു. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാവുന്ന പിള്ളേർക്ക് തന്നെ അജീഷിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വന്ന് താമസിച്ച് ഞാൻ കുഞ്ഞിക്കവളുടെ ഈ പറഞ്ഞ ട്യൂൺ മൂളി കൊടുത്തു. അത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഒരു രൂപത്തിലേക്ക്, ലിറിക്സ് ഇല്ല, വിനായകൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അത് മനോഹരമായിട്ട് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു അത് കൊള്ളാലോ. അപ്പോൾ അജീഷ് തന്നെ മുഴുവൻ പടവും ചെയ്യട്ടെ എന്ന് അന്ന് രാത്രി തീരുമാനിക്കായിരുന്നു. കുഞ്ഞിക്കവൾ അത്രയും മനോഹരമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അജീഷ് തന്നെ ഫുൾ സിനിമയിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ മ്യൂസിക് ഒരുപാട് മ്യൂസീഷ്യൻസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസും അവരുടെയൊക്കെ ലൈഫും അവരുടെ വളർച്ചയും താഴ്ചയും അവരുടെ പാട്ടുകളും ഹിറ്റുകളും എല്ലാം കണ്ട് വളർന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പണ്ട് മുതലേ അറിയാവുന്നത് കൊണ്ട് അങ്ങ് തീരുമാനിച്ചത്രേ ഉള്ളൂ. വർക്കല്ലേ? വളരെ നല്ല സോങ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ പാടി ഒരുപാട് റീലിനകത്തൊക്കെ ഈ സോങ് ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടച്ചിങ് ആണ് ഈ സോങ്. താങ്ക് യു. നിങ്ങൾക്ക് ഞാൻ കണ്ടു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഓൺലൈനിലും മുഴുവനും ഈ പാട്ടും ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അടിപൊളി. താങ്ക് യു. Thank you so much. And sorry for interrupting. We have yet another very special person to invite. Suraj Santosh is here. നമുക്ക് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് ഈ സോങ് പ്രസന്റ് ചെയ്ത സൂരജും ഇന്ന ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി join. സൂരജ്
സിനിമയുടെ ലാസ്റ്റ് ഒരു വോയിസ് ഓവർ ഉണ്ട്, അത് മമ്മൂക്കയാണ്. ട്രെയിലർ ലോഞ്ചിനും മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസൻസ് എത്രമാത്രം ഉണ്ട് ശരിക്കും സിനിമയ്ക്ക്? അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും, നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമ്മൂക്ക ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം വന്നു, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ, പക്ഷെ പറ്റിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് പറഞ്ഞപ്പോൾ ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു 2 വരിയിൽ എല്ലാവരിലേക്കും എത്തി. അതാണ് ദൈവാനുഗ്രഹം, ഭാഗ്യം. പിന്നെ ഈ അസിസ്റ്റന്റായിട്ട് തുടങ്ങിയ ആളാണ്, അപ്പോൾ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ശരിക്കും അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആക്കി വെക്കണം എന്നുള്ള തോട്ട് എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സിനിമകളിലെ കുറേ കഥകൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, പക്ഷേ ഞാൻ കേട്ട കുറേ കഥകളുമൊക്കെ ഇതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് ഫാൻറ്റസി ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചേക്കുവാണ്. ഇതിന് ഭയങ്കര സിനിമയ്ക്കകത്തെ മറ്റേ റിയലിസ്റ്റിക് എല്ലാം കൂടി വലിച്ചു വാരി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാക്കുകളൊക്കെ ചിലതൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ചില ഫൗൾ ഡയലോഗുകളും ലാംഗ്വേജൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരല്ലേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരല്ലേ ഡയറക്ടേഴ്സ് ആവുന്നത്. സോ ആരെങ്കിലുമൊക്കെ ഈ ഇമോഷനും കൂടിയൊക്കെ ഒരിടത്തും ഒരു വിലയില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ വീട്ടിലും ഇല്ല, നാട്ടിലും ഇല്ല, കുടുംബത്തും ഇല്ല. അപ്പോൾ അവരെയൊക്കെ കേന്ദ്രപദാർത്ഥമാക്കി ഈ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൻ്റെ പെയിനൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആർക്കേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ രോമാഞ്ചം കരിയറിൽ വലിയ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു ആക്ടറായിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഹ്യൂമറല്ലേ, അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ചെയ്യാൻ പറ്റി. ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ജോമോൻ പിന്നെ ഇൻഫ്ലുവൻസായിട്ടും പിന്നെ അപ്പോൾ ഇവർ 3 പേരുടെയും കാര്യങ്ങളുണ്ട്. ഒരാൾ സിനിമയിൽ പൊട്ടി നിൽക്കുന്നു, ഒരാളെ അസിസ്റ്റന്റ് ആയിട്ടാകുമ്പോൾ ഒരാൾക്ക് അഭിനയിക്കാനായിട്ട് മോഹങ്ങളുള്ളതാണ്. ഇവർ 3 പേരുടെയും കോമ്പോ അതെങ്ങനെയാണത് അത് വർക്കാവുമെന്ന് ഉറപ്പായതും അതൊരു ഇൻഫ്ലുവൻസായിട്ടിന് കഥകളി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വർക്കാവാൻ ഇൻഫ്ലുവൻസായിട്ടിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇമോഷൻ ഇത്രനാൾ കോമഡി ചെയ്തിരുന്ന ആളാണ് ജോമോൻ. അദ്ദേഹത്തെ ഇമോഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ജോമോൻ ഒരു ആവേണ്ട ആളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജോമോനെ കാസ്റ്റ് ചെയ്തതാണ്. അതുമാത്രമല്ല, ജോമോൻ എത്രയോ തരം ഇമോഷൻസാണ് ഈ സിനിമയിൽ. ജോമോൻ്റെ കഥാപാത്രം ഫണ്ണുണ്ട്, കരയുന്നുണ്ട്, നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി കുറവാണ് പലപ്പോഴും സിനിമകളിൽ. അപ്പോൾ അത് ജോമോനെ കൊണ്ട് ഇനി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടൊവിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പിളി ചെയ്യുമ്പോൾ സുഡാനി റിലീസ് ചെയ്യാൻ പോകുമായിരുന്നു.
അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ അത് തുടക്ക സമയം തന്നെയായിരുന്നു സർവൻ ചെയ്തത്. അപ്പോൾ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പലപ്പോഴും അത് വർക്കാവും, വർക്കാവാതിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്കതെല്ലാം വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പെരുമ്പള്ളി ഇപ്പോഴും പെരുമ്പള്ളിക്ക് ഡൗട്ടാണ്, ഇങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്തെന്നാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കും അറിഞ്ഞുകൂടാ. അതൊക്കെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഇന്ദ്രൻ ചേട്ടാ, ഇവിടെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് കേരളക്കരയുടെ മൊത്തം ആശാനാവും ഇന്ദ്രൻ ചേട്ടനും തോന്നുന്നു. ഇവിടെ സ്ട്രീറ്റ് ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ. കണ്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞ് ഒരുപാട് ചിരിക്കാൻ പറ്റി. നല്ലൊരു സിനിമ വന്നതിനായിരുന്നു ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. അപ്പം എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരാള് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വർക്കാവുന്ന പോലും അറിയത്തില്ല. അപ്പം ഈ ആ ഒരു സ്ട്രഗിളിങ്, അല്ലെങ്കിൽ നമ്മൾ ചേട്ടൻ പറയുന്നുണ്ട് ആ സിനിമയുടെ ഡയലോഗ് ഉണ്ട്, 10 കൊല്ലം മുമ്പ് ഞാൻ ഓടിയതാണ്. അതൊരു ഏതൊരു സിനിമാക്കാരനും അങ്ങനെ ഒരു കഥ പറയാനായിട്ടുണ്ടാവും. ഇന്ന് വന്ന വഴിയിലൂടെ തിരികെ നോക്കുമ്പോൾ ഇന്ദ്രൻ എന്ന നടനെ സംബന്ധിച്ച് എത്രത്തോളം സ്ട്രഗിളിങ് ഫീൽ ചെയ്യുന്നുണ്ട്? എവിടെയൊക്കെ ഒരു ബന്ധമുള്ളത് പോലെ തന്നെ തോന്നും. ഞാൻ കുറേ ആഗ്രഹിച്ചു, ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഒരു പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരാളായ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം. എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ആർത്തി തോന്നി, സന്തോഷം, കാര്യങ്ങളൊക്കെ. എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു വേഷമുണ്ട്, നമ്മളൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. മലയാളത്തിൽ ഇന്ദ്രൻ സാറിനെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ തേടി വരാനായിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ മലയാള സിനിമയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ഇന്ദ്രൻ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ട്രെയിലർ വന്നിന്റെ സമയത്ത് മമ്മൂക്ക, അതായത് പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് കാണാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സിനിമകളാണ് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പക്ഷെ അന്ന് മമ്മൂക്ക എടുത്തു പറയാൻ 2 സിനിമയുണ്ട്, കുട്ടന്റെ ശിനിഗാമി, ജലധാര പംസെറ്റ്. അപ്പോൾ മമ്മൂക്ക ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത് ഓർത്ത് വെച്ച് പറയാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പോൾ ചേട്ടൻ എന്തായാലും ആ സമയത്ത് ഫീൽ ചെയ്യുന്നത്? മമ്മൂക്ക ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പോൾ എൻ്റെ ചെറിയ ഫോണാണ്, വാട്സപ്പൊന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് സമയം കളയാനോ ഇല്ലാന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം മമ്മൂക്ക, അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ചു പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തോന്നിട്ട് വഴക്ക് പറഞ്ഞു, നമുക്ക് വല്ലതും പറയണമെങ്കിൽ തന്നെ കുട്ടിയിലെടുത്താണോ പറയാൻ, ഞങ്ങളെ പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് അത് എടുത്തന്നെ വിളിച്ച് പറയാൻ റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ശിനിഗാമിയുടെ കാര്യവും കുട്ടൻ്റെ ശിനിഗാമി, ജലധാര പമ്പ് സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കും. ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും, ഇനി അവരുടെ ജോലിയല്ലാത്ത പോലെ. പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ്. ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിനിടയ്ക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം ഇനി എല്ലാവരും കണ്ടോളൂ എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന, ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം. ചെയ്തതിന് അർത്ഥമില്ലാതായില്ല, അർത്ഥമുണ്ടല്ലോ, അതങ്ങനെ ആയിപ്പോയല്ലോ, ഇരുട്ടത്ത് നിന്നല്ലല്ലോ കുഞ്ഞനെ കാണിച്ചത്, നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ സിനിമയിൽ അപ്പോൾ ശരിക്കും ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതിൽ സിനിമ എങ്ങനെ ഒരു ഐഡിയ ആയാലും ഒരു ഷോട്ട്, ഒരു സീൻ എങ്ങനെയാണ് അത് എടുക്കേണ്ട, ആ ഒരു സ്ട്രഗിളിങ്, അതൊരു എത്രത്തോളം ഉണ്ട് ഒരു ഐഡിക്ക് കഷ്ടപ്പാടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും ജോമൻ ബ്രോ, അതായത് വന്ന വഴി നോക്കുമ്പോഴേക്കും റിസൂഡ് ആയാലും പിന്നീട് ഇപ്പോൾ സിനിമ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ആ ഇതൊക്കെ ഇച്ചിരി ലൈഫ് കരിയറെല്ലാം മാറും. അപ്പോൾ ആ സ്ട്രഗിൾസിന് ഇത് റിസൾട്ട് ഉണ്ടായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അന്നുണ്ടായ കഷ്ടപ്പാടുകൾക്ക് ഇന്ന് റിസൾട്ട് ആകും. ഇന്ന് ജോമോൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്യാരക്ടർ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. സന്തോഷമുണ്ട് ബ്രോ, മെയിനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഞാൻ മുമ്പ് ഭയങ്കര കഷ്ടപ്പെട്ടു വന്നതാണ്. കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു.
ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണുക എന്നൊക്കെ പറയുന്ന നല്ലൊരു വേഷം ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. പകുതി പണി ജോണേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്ന പോലെ ചെയ്യുക നമ്മൾ മാത്രമേ ഉള്ളൂ. ഹാപ്പിയാണ്. കഷ്ടപ്പെട്ടാണ് വന്നത്, അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ. ഹാപ്പിയാണ്. കോളേജിൽ പോയിട്ട് ഭയങ്കര സ്റ്റെപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പിള്ളേരുടെ കൂടെ കൂടിയിട്ട് ജെൻസി ആയോ? ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലാണ്. പ്രായമാകാനുള്ള സമയം കിട്ടിയില്ല ഇതുവരെ. ഞാൻ ഇവരെ പോലും കൂടെയൊക്കെ തന്നെയാ. പിന്നെ അന്തമിട്ടാൽ എന്ത് ചെയ്യും പറഞ്ഞ പോലെ ചെയ്തു പോണതാ. ഉണ്ടായിരുന്നു അല്ലേ സാർ? ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് നമുക്കത് റിലീസ് കഴിഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറയണമെന്നൊക്കെ ഉണ്ട്. ഞാൻ ഇത് ആക്ച്വലി ഇതിനകത്ത് ഞാൻ റോണക്സ് ആണ് സിനിമയുടെ മേക്കപ്പ് കൈകാര്യം ചെയ്തത്. ഈ ലുക്സുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാവരുടെയും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. ആ ഒരു പാറ്റേണിലാണ് എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇവരും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം. ലുക്ക് അടിപൊളിയായിരിക്കണം. അതങ്ങനെ വിമലും എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു ഇതിൻ്റെ ഒരു ലുക്ക് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേക്കപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തത്. ശരിക്കും ഈ സഹസംവിധായകരുടെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. സ്ട്രെസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ അവരെപ്പോൾ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു യാത്രയുണ്ടല്ലോ. ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് അവർ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്നെ അവർ സിനിമ ചെയ്യുന്നവരെ കുറേ യാത്രകളുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങളൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കുറച്ചുകൂടി എല്ലാവരുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ജോബുകളും തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആകാനായിട്ട് അവസരം കിട്ടാതെ വരുമ്പോൾ സിനിമയുടെ ഏതെങ്കിലും മേഖലകളിലൊക്കെ അവർ എൻട്രി ആവും. അങ്ങനെ പിന്നെ ആ ജീവിതം ആ മേഖലയിൽ തന്നെ അവർക്ക് തുടരേണ്ടി വരും. അവരുടെ ലൈഫിൻ്റെ സ്ട്രഗിളും മറ്റു കാര്യങ്ങളും കാരണം. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഏതെങ്കിലും സ്ഥലത്ത് ബാറ്റ കൊടുത്തിട്ടുണ്ടോ? ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് വീടുണ്ട്. അവരെന്തോ അടിമപ്പണി ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ചീത്ത വിളിക്കും. ആ സിനിമ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരും എന്തുണ്ടെങ്കിലും ചീത്ത വിളിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയാണ്. അപ്പോൾ ഞാനും അതുപോലെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമോഷണലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അത് നമ്മളുടെ ജോലി തന്നെയാണ്. നമ്മൾ ആ പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അന്നേരം മേടിക്കാൻ പൈസ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് പൈസ മേടിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. കിട്ടും, നമ്മുടെ മുമ്പിൽ വരും സിനിമ, അന്ന് ഞാൻ നല്ല ശമ്പളം മേടിക്കും, ഞാൻ നല്ല പടം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോഴും വർക്ക് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് അത്. പിന്നെ സംവിധായകൻ്റെ കൂടെ ആയതുകൊണ്ട് അന്നൊന്നും മുടങ്ങത്തൊന്നുമില്ല. കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പം അത്രേ ഉള്ളൂ. സിനിമ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അവരെ കംഫർട്ടബിൾ ആക്കണം. അവർക്ക് ഇവിടെ വെച്ച് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു ബാറ്റയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഫെഫ്ക യൂണിയനും നമ്മുടെ സംഘടനകളും എല്ലാവരും ചേർന്ന് എന്നുവെച്ചാൽ അവരല്ലേ പിന്നീട് അവർക്കൊരു ഇച്ചിരി മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എഴുതും, സിനിമയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാറിൻ്റെ എല്ലാ പടങ്ങൾക്കും എല്ലാ പടത്തിൻ്റെ കാസ്റ്റിങ്ങും ഭയങ്കര പ്രത്യേകത ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ സിനിമയാണെങ്കിലും രണ്ടാമത്തെ സിനിമയാണെങ്കിലും ഈ മൂന്നാമത്തെ സിനിമയാണെങ്കിലും എല്ലാം പുതുമുഖങ്ങളായിരിക്കും അധികവും. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ ആയിരിക്കും നായകനാക്കുന്നതും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ടോവിനോ വലിയ സ്റ്റാർ ആയിരുന്നെങ്കിലും അന്ന് ടോവിനോയ്ക്ക് അത്ര സ്റ്റാർ വാല്യൂ ഇല്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് രാജ്യമൊക്കെ ഒരു വലിയ റിസ്ക്കും കൂടിയാണ്. ഒരു റിസ്ക് എലമെൻറ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ നന്നായിട്ട് ഇപ്പോൾ വലിയ വലിയ സ്റ്റാർസ് ഉണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒ ടി ടിയിൽ പോകണമെങ്കിൽ സ്റ്റാർ വാല്യൂ ആയിരിക്കും കൂടുതൽ നോക്കുക. അപ്പം ഇങ്ങനത്തെ റിസ്ക് എടുക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ അതായത് വലിയ റിസ്ക് എലമെന്റ് കൂടി അതിനുണ്ട്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ റിസ്ക് എടുക്കുകയും ചെയ്യും, അത് അനുഭവിച്ച് തീർക്കുക നമ്മൾ തന്നെയായിരിക്കും. ഒറ്റയ്ക്കായിരിക്കും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ സിനിമകൾ
ടി വിയിൽ വരുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, അത് നല്ല സിനിമയാണെന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് അതിന് വേണ്ട വാല്യൂ കിട്ടാതെ വന്നിട്ടുണ്ട്. അതൊന്നും നോക്കണ്ടോ, സിനിമയല്ലേ, അത് അത് കാണുമ്പോൾ കിട്ടും അതിൻ്റെ വാല്യൂ. അതിപ്പം ഇവിടെ തന്നെ ഇരുന്ന് 100 കോടി 50 കോടി മറ്റേ ക്ലബും പരിപാടി അതൊന്നുമല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു അതിങ്ങനെ നിങ്ങൾ കണ്ടല്ലോ ചിത്രം, അത് സ്വീകരിക്കും, ചിലപ്പം വർക്കാവത്തില്ല, ചിലപ്പം വർക്കാവും. അതൊക്കെ അതിൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കുക. നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല സിനിമയായിരുന്നു. മാത്രമല്ല ഇതിന്റെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം എനിക്ക് ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ജോമോന്റെ ആക്ടിങ്. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പൊ ഏത് സിനിമ കാണുമ്പോൾ ജോമോന്റെ ആക്ടിങ് എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും, ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോമോന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ജോമോനെ നല്ലൊരു കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കോമഡി, അതല്ലാതെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു റോള്, നല്ലൊരു റോള് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്തായാലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചേട്ടൻ്റെ ആക്ടിങ് ഇപ്പം ഈ സിനിമ തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ ചേട്ടനെ തന്നെയായിരുന്നു ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സാർ. അതെ, ഇന്ദ്രൻ ചേട്ടനെ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ആ കഥാപാത്രം എഴുതിയത്. അതെ അതെ, അത് ആദ്യം കുറച്ച് വലിയ സിനിമയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല സിനിമയായിട്ട് പ്ലാൻ ചെയ്യാൻ വിചാരിച്ചു. പടത്തിലെ ചേട്ടൻ്റെ ആ ഒരു ലുക്ക് ഭയങ്കര ഒരു ഡിഫറൻ്റ് ആണ്. ട്രെയിലർ നോക്കിയിട്ട് ട്രെയിലർ കണ്ടപ്പോൾ ചേട്ടനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഇതിൽ ആരാണ് ശോഭിച്ചേട്ടെന്ന് ആദ്യം മനസ്സിലായില്ല. വിഗ്ഗും കാര്യം ലുക്കൊക്കെ ഇതിലെ ഡിഫറൻ്റ് ആണ്. ചില തമിഴ് സിനിമയിലൊക്കെയാണ്, ഹിന്ദി സിനിമയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്ക് ഇതിലേക്ക് വരാൻ എത്രത്തോളം ഹാർഡായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പരിപാടി ചെയ്തിട്ടുണ്ട്? അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അതും നമ്മുടെ ജോൺ പോൾ തന്നെയാണ്. കാരണം അതിനകത്ത് ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ ലുക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, ആ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഞാൻ പോലും ഇഷ്ടപ്പെടാത്ത എൻ്റെ പഴയ ഒരു ലുക്ക്, അതായത് 94 ഞാൻ കേരള യൂണിവേഴ്സിറ്റി മിമിക്രി അവതരിപ്പിക്കുന്ന, അന്ന് എനിക്ക് മീശയില്ലായിരുന്നു. മീശ അത് ഒരു സ്കിറ്റിന് വേണ്ടി മീശ എടുത്തിട്ട് അന്ന് മീശയില്ലാതെയാണ് ആ പെർഫോമൻസ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ഈ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ലുക്കാണ് എനിക്ക് വേണ്ടതെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. എന്റെ ഫോട്ടോ തന്നെ എടുത്തിട്ട് അത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു ലുക്കാണ്. അതെടുത്തിട്ട് പറയണത് എനിക്ക് ഈ ലുക്കാണ് വേണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷെ അന്നേരം എനിക്ക് മീശ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ എങ്കിലും ജോണിന്റെ ഒരു ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ മീശ എടുത്തു. ഇതിന് വേണ്ടിയിട്ട് മീശ എടുത്ത് ഈ കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ആ ലുക്ക് ആയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെന്റ് ലുക്ക് വേണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത്. സിനിമയിലൂടെ കരയിക്കാൻ പല രീതിയിലും പറ്റും. പക്ഷെ ജോണേട്ടന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഓവർവെൽമഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കരയിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫ്ലേവർ എന്താണ് ശരിക്കും ഒരു പരിപാടി? ഇതങ്ങനെ ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത്, ഞാൻ ഡ്രാമഡി എന്ന് പറഞ്ഞിട്ടൊരു ജോണറാണ് ഞാൻ ആര് ചോദിച്ചാലും പറയാറുള്ളത്. അപ്പം നല്ല ഡ്രാമയുണ്ട്, കോമഡി ഉണ്ട്. അത് കരയാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആവുന്നതാണ്. സന്തോഷം കൊണ്ട് കരയുന്നത് നല്ലതാണ്. അല്ല, ഇത് ഇൻസ്പയർഡ് ആയതാണോ, അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്നും ഇൻസ്പയർഡ്? ഇതോ അല്ല, ഈ സിനിമയുടെ കഥ അല്ല, ഡ്രാമഡി എന്ന് പറഞ്ഞ ജോണറ് നമ്മുടെയൊക്കെ ജീവിതം തന്നെ കുറച്ച് അതാണല്ലോ മൊത്തത്തില്. അപ്പം എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. ഞാൻ സിനിമയിൽ തന്നെ ഒരുപാട് നാള് അസിസ്റ്റന്റായിട്ടും പ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഡ്രാമ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ സിനിമാക്കാര് വന്നു എന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ഡ്രാമ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കുറച്ച് കോമഡി എടുത്താണ് ഇതൊന്ന് ഫില്ല് ചെയ്ത്, അത്രേ ഉള്ളൂ. പിന്നെ സിനിമയിലെ എല്ലാ മേഖലയിലാണെങ്കിലും കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ
അങ്ങനത്തെ ചില പരിപാടികൾ. അപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ സിനിമയിലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ സിനിമയിലൂടെ കാണിക്കുമ്പോൾ സിനിമക്കാരൻ നാളെ നമുക്കെതിരെ എന്തെങ്കിലും രീതിയിൽ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ആരും ഉപദ്രവിക്കാനൊന്നും വരത്തൊന്നുമില്ല. അല്ല, അതായത് ഈ നടനോട് ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ വിഗ് വെച്ചിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കഥാപാത്രം എങ്ങനെയുണ്ട് വിഗ് വെക്കാനാണ് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡയറക്ടർ ഓൾറെഡി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ട് വിഗ് പറയുന്നില്ല, പക്ഷെ മാറ്റുകയാണ്. ഓക്കെ ഇറങ്ങി വരാൻ പറയും. പുറത്തു വന്നപ്പോൾ മറ്റേ ഡ്രസ്സ് പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങളാണ്. അതുപോലത്തെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. അത് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും. പുറത്ത് ഫുള്ള് സാധനം വന്നിട്ട് ക്യാരവാനകത്ത് ഡോറിനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം ടോൺ ചേഞ്ച് ആക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. കാരണം വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. സിനിമയല്ലേ, സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഓരോ ദിവസം വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ആ സിനിമ നടത്തിയെടുക്കാൻ വേണ്ടി അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നതാണ്. അതെല്ലാ മേഖലകളിലുള്ളതാണ്, സിനിമയിൽ മാത്രം അല്ല. അതേപോലെ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളല്ലോ, ഗപ്പി ആയാലും ശരി, അമ്പിളി ആയാലും ശരി, ആകെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ചെയ്ത സിനിമകളില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനിയും സിനിമകൾ വരാമല്ലോ. അപ്പം 2 സിനിമകളാണ്. ഇപ്പോൾ 2 പേരുടെ ലൈഫ്, ഇപ്പോൾ ശ്രീനിവാസന്റെ ലൈഫ് ആയാലും ശരി, അതിനകത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒരു കോമൺ മാൻ, നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്, ഈ മനുഷ്യനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഗപ്പിയിലെ ശ്രീനിവാസൻ സാറിന്റെ കഥാപാത്രമായാലും ശരി, പറഞ്ഞ പോലെ അമ്പിളിയിലെ മറ്റേ അച്ഛന്റെ കഥാപാത്രമായാലും ശരി, മനസ്സിലായില്ലേ, അച്ഛന്റെ കഥാപാത്രം ശരി, ഭയങ്കര ഇമോഷൻ. നമ്മൾ എവിടെയൊക്കെയോ ആളുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പൊ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം നമ്മൾ നമുക്ക് നമ്മുടെ കോമൺ ലൈഫിൽ എവിടെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാവണം എനിക്ക് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നിർബന്ധമുള്ളത്. അല്ലാതെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് എഴുതി വരുമ്പോൾ ആ കഥാപാത്രം കുറച്ചുകൂടി എൻഗേജ്ഡ് ആവണം, പല കാര്യങ്ങൾ ഇൻവോൾവ് ആവണം. നമ്മൾ കഥയ്ക്ക് വേണ്ടി മാത്രം കഥാപാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഈ പുള്ളിയുടെ പല ക്യാരക്ടർ. ഞാൻ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മിക്ക ഫ്ലാറ്റുകളുടെ അസോസിയേഷൻ പ്രസിഡന്റുമാരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. വലതുവശത്തെ കണ്ണുനീര് വരണം എന്നുള്ള സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ കഥയായിട്ട് എന്തോ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അത് വലതുവശത്തെ കണ്ണീര് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലുള്ളതായിട്ട് തോന്നി. പക്ഷെ ഈ കഥാപാത്രം ഫസ്റ്റ് ആവുന്നുണ്ട് പോസ്റ്റ്മാൻ എന്നുള്ള ആ കഥാപാത്രത്തിൽ ഇന്ദ്രൻ ചേട്ടനുള്ള എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഫസ്റ്റ് ആ കഥാപാത്രം ആവാനായിട്ട് അത് ഇന്ദ്രൻ ചേട്ടനാണോ അതോ യോനേട്ടനാണോ, ആരാണ് അതിൻ്റെ ഒരു ആ ഒരു കാര്യം ചെയ്തത്, ആ കഥാപാത്രം എങ്ങനെയായി എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് അതെല്ലാം ചിരിക്കണം ആ സംഭവം വരുമ്പോൾ. ആ ഒരു ഇത് അതിനോടത്താണോ അതോ അത് ഇവരെ പോലത്തെ ആക്ടേഴ്സിനോട് എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മള് ജോമോനെയാണല്ലോ, ഇന്ദ്രൻ സേനെ പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ജോമോൻ ഭയങ്കര പുതിയ ആളാണ്, ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ കഥാപാത്രം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ജോമോൻ പെർഫോം ചെയ്യുന്ന കണ്ടപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാണ്. നമുക്ക് ആ കഥാപാത്രത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. ഇവരെല്ലാവരും എല്ലാ കാലത്തും ബിപിൻ പെരുമ്പള്ളി പുള്ളിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം ആ ലുക്കൊക്കെ പിടിച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ പെർഫോമൻസ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ആ ലൊക്കേഷനിൽ പോലും ആ കഥാപാത്രമായിട്ടൊക്കെ ജീവിക്കുമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിൽ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞു ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പോലും നന്നായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എന്താ ഇപ്പം മെയിൻ ട്രെൻഡ് ആണല്ലോ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പം മെയിൻ ട്രെൻഡാണ് ഈ പറഞ്ഞ നമ്മുടെ കോസ്റ്റ്യൂമുകൾ ഇപ്പം വരുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പം മമ്മൂക്കാന്ന് മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ട്രെൻഡിങ് ആണ്. അപ്പം ഇപ്പൊ ഇന്ദ്രൻ സെറ്റിൽ ഇട്ടിരിക്കുന്ന ഷർട്ട് അപ്പം അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇതാണ്. എന്താണ് എന്റെ രഹസ്യം? എന്താണ്? പ്രായമാവുന്നവരല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ പ്രായത്തില് അടിച്ചു പൊളിച്ച് നടക്കാൻ വിചാരിച്ചു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ഗംഭീരായിട്ടുണ്ട്. സൂരജ് സൂരജ് ഇപ്പം മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ഹിറ്റ് കോംബോ ആണ് ജോൺ പോൾ ജോർജ് സൂരജ് സന്തോഷ് എന്ന് പറഞ്ഞൊരു കോംബോ. അപ്പം ഇത്തവണ അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്തു. അപ്പൊ അത് ആദ്യമായിട്ട് കേട്ട സമയത്തുള്ളൊരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഓൾസോ കുഞ്ഞിക്കോൾ മേഘം എന്ന് പറഞ്ഞ പാട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? ജോൺ മ്യൂസിക്കാണ് പഠിച്ചത് ഡിഗ്രിക്ക് ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൽ. അപ്പം പിന്നെ ഒരുപാട് നാൾ നമ്മൾ
എന്നോടൊപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സ് മ്യൂസിഷ്യൻസാണ്. അപ്പോൾ അവരോടൊക്കെ ജോൺ ഉണ്ടായിരുന്നു. അപ്പം ജോണിന് നല്ല മ്യൂസിക്കൽ സെൻസ് ഉണ്ട്. ജോണിന് ഒരു ഫിലിം മേക്കർ ആകുമ്പോഴത്തേക്കും ഫിലിമിൽ യൂസ് ചെയ്യേണ്ട എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണോ അല്ലെങ്കിൽ എന്ത് മ്യൂസിക് ആണോ അവിടെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. സൗണ്ട് സ്കേപ്സിനെ പറ്റിയൊക്കെ ഭയങ്കര ധാരണയുണ്ട്. സോ അപ്പം അതുകൊണ്ട് ജോൺ മ്യൂസിക് ചെയ്യുന്നതിൽ എനിക്ക് അതിശയം തോന്നുന്നില്ല. പിന്നെ ഈ പാട്ട് ആദ്യം കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെലഡി ആയിട്ട് തോന്നി. പിന്നെ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇതിന് കുറച്ചുകൂടി മാനങ്ങളുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൂർണ്ണമായും പാട്ടിൽ തന്നെ ആയി. സോ ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് പോകുന്നത് ജോണിന് തന്നെയാണ്. ജോണിനും ഇതിന്റെ പ്രോഗ്രാമർ അതായത് സോങ് പ്രൊഡ്യൂസ് ചെയ്ത അജീഷ് ആൻഡോയ്ക്കും ഇത് എഴുതിയ വിനായകനുമാണ്. ഐ ആം ജസ്റ്റ് എ ടൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ആ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. തമ്മിൽ അവസാനിപ്പിക്കല് ആദ്യമായിട്ടൊക്കെ വന്നിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചതാണ്. അപ്പോൾ ഓക്കെ, അടിപൊളി പടം.